തൃശ്ശൂര് തെരഞ്ഞെടുപ്പിന്റെ വിജയം എങ്ങനെയാ സുരേഷ് ഗോപി എം പി ആയ 86,600 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. നിങ്ങളുടെ 86,500 വോട്ട് കുറയുമ്പോൾ BJP 70,000 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാണ് വോട്ട് മറച്ചത്? പകൽ പോലെ വ്യക്തമല്ലേ? അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ 100,000 കാര്യങ്ങൾ, അപ്പോൾ ഒറ്റ കാര്യമല്ല, ഇതൊരു സീരീസ് ഓഫ് ഇവന്റ്സ് ആണ്, ചെയിൻ ഓഫ് ഇവന്റ്സ് ആണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. എന്തായാലും ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇവർ എടുക്കണം. അപ്പം നമ്മളൊന്നും ഈ ചർച്ചയിലൊന്നും ഇടപെടാൻ പോലും ആഗ്രഹിക്കുന്നില്ല, കാരണം ജനങ്ങൾ ഇത് കേൾക്കണമല്ലോ. തൃശ്ശൂര് തെരഞ്ഞെടുപ്പിന്റെ വിജയം എങ്ങനെയാ സുരേഷ് ഗോപി എം പി ആയ 86,600 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. 18 മണ്ഡലങ്ങളിലും നിങ്ങൾ വിജയിച്ച് കേരളത്തിൽ 20-ൽ 18-ലും ചരിത്ര വിജയം നേടുമ്പോഴാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ 86,600 വോട്ട് കുറഞ്ഞത്. ഞങ്ങൾ 18 മണ്ഡലങ്ങളിൽ തോക്കുമ്പോഴും ഞങ്ങൾക്ക് തൃശ്ശൂർ 16,500 വോട്ട് വർദ്ധിച്ചു. നിങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വച്ചിരുന്നല്ലോ. കെ മുരളീധരൻ പലതവണ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ എങ്ങനെയാണ് തോറ്റത്, എങ്ങനെയാണ് കോൺഗ്രസ് വോട്ട് മറച്ചത്, ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് DCC ചർച്ച നടത്തിയില്ലേ? കുറെ റിപ്പോർട്ട് മാധ്യമങ്ങൾ വന്നില്ലേ? അതിൽ ഏറ്റവും കുറ്റക്കാരനായ പ്രതാപൻ അടക്കമുള്ളവർ ഇപ്പോഴും സ്ഥാനാർത്ഥിയല്ലേ? അങ്ങനെ തോറ്റത് എങ്ങനെയെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതല്ലേ? നിങ്ങളുടെ 86,500 വോട്ട് കുറയുമ്പോൾ BJP 70,000 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാണ് വോട്ട് മറച്ചത്? പകൽ പോലെ വ്യക്തമല്ലേ? അതുകൊണ്ട് ഇത്തരം വാദങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം. 2, നിയമമടക്കം നമ്മുടെ മുന്നിലില്ലേ? 62,000 വോട്ടുണ്ടായിരുന്നല്ലേ കോൺഗ്രസിന്? കെ കരുണാകരൻ തന്നെ ഒറ്റയ്ക്ക് മത്സരിച്ച മണ്ഡലമല്ലേ 82-ല് നിയമം ജയിച്ച മണ്ഡലമല്ലേ? മാളയിലും രണ്ടിടത്തും ഒരുമിച്ച് മത്സരിച്ചില്ലേ? അത് 13,860 വോട്ടായിട്ട് നിങ്ങളുടെ കുറഞ്ഞില്ലേ? എങ്ങനെയാ കഴിഞ്ഞ തവണ അത് വീണ്ടും 30,000 ആയിട്ട് ഉയർന്നേ? നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ വോട്ട് മറിച്ച് BJPക്ക് കൊടുത്തു. അങ്ങനെ രാജഗോപാൽ ജയിച്ചു. അതുപോലെ തന്നെ KG മാരാരുടെ പുസ്തകം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ കോൺഗ്രസ് BJP ഡീല്, കോലീബി ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് എഴുതിയിട്ടില്ലേ? ആരാണ് നേതൃത്വം കൊടുത്തത്, ആരാണ് അതിന്റെ ചർച്ചകൾ നടത്തിയത്, എന്നിട്ട് ജനം അതിനെ തിരസ്കരിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ പറയുമ്പോൾ അടിയന്തരാവസ്ഥയുടെ പ്രത്യേക സാഹചര്യത്തിൽ രാജ്യത്താകമാനമുണ്ടായ വലിയ ഐക്യനിരയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുക. ഇതൊക്കെ നിങ്ങൾ ചർച്ച നടത്തിയാൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നവരും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുമെല്ലാം ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ കുറച്ച് 3-4 ദിവസമായല്ലോ ബിരിയാണി കച്ചവടക്കാരൻ, ബിരിയാണി മർച്ചന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ അങ്ങ് പറയുക, അദ്ദേഹത്തിന്റെ തൊഴിൽ പറഞ്ഞ് പറയാം, കൃത്യമായി പറയാം. ലാസ്റ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 5,000 വോട്ട്, 5,000 ശിഷ്ടം വോട്ടേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാടും ജയിച്ച് മുന്നേറാൻ കഴിയും എന്നതുകൊണ്ട് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അണിനിരത്തിയിരിക്കുന്നു. BJP അവിടെ പിന്നിലാണ്. ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായിട്ട് അവിടെ വരുന്ന മാറ്റത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കേരള അതിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. നിങ്ങളങ്ങ് അദ്ദേഹത്തിന്റെ തൊഴിൽ പറഞ്ഞ് കളിയാക്കുന്ന രീതിയൊക്കെ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലധികമായി. ഒരു സ്ഥാനാർത്ഥിയെയും അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പവർ, അവരാണ് തീരുമാനിക്കുന്നത് ആര് വേണം ഞങ്ങളുടെ ജനപ്രതിനിധി. അതുകൊണ്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിട്. ആ 90 ഡിഗ്രി വളവിൽ ഗോൾവർക്കറുടെ ഫോട്ടോയിൽ നിന്ന് പോയി കുനിഞ്ഞു നിന്നിട്ട് അങ്ങനെ ഞാൻ പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം പറഞ്ഞു പുസ്തക പ്രകാശനത്തിനാണ് പോയതെന്ന് പറഞ്ഞില്ലേ? 8 വർഷങ്ങൾക്ക് മുമ്പ്, 8 വർഷങ്ങൾക്ക് ശേഷം പുസ്തക പ്രകാശനത്തിന് പോയപ്പോൾ അതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയില്ലേ? എല്ലായിടത്തും നുണ പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. RV ബാബു ഇത്രയും വലിയ പ്രസ്താവന നടത്തിയിട്ട് ഒരു മറുപടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ട്? ഒരു മറുപടി നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുമ്പോഴും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുമ്പോഴും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ അത് വലിയ കുറ്റമായി മാറി. ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ അവകാശ പോരാട്ടത്തിനും ഇവിടെ നീതി കിട്ടാനും അതോടൊപ്പം തന്നെ വിഭവങ്ങൾ കിട്ടാനും ഒരു ചർച്ച നടത്തിയാൽ സറണ്ടർ ചെയ്തു. ഇതല്ലാതെ നിങ്ങൾക്ക് എന്ത് ആരോപണമാണ് ഉന്നയിക്കാനുള്ളത്? പ്രധാനമന്ത്രി കേരളത്തിൽ വന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് സ്വീകരിക്കുക, അതൊരു മര്യാദയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ വന്നാൽ ഫോട്ടോ വെച്ചിട്ട് പറയും ഇവിടെ വലിയ ഡീലാണ്. നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെയാണ് ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് നിങ്ങൾ കേരളത്തിൽ മാറുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷേ എനിക്കിപ്പോ ഒരു ഇടവേള വേണം. ശ്രീ K. സരൺകുമാർ, അവിടെ ഈ സാമൂഹ്യ നിരീക്ഷകർ പലരും അല്ലെങ്കിൽ ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോയിന്റ്, വീണ്ടും മൂന്നാമതും ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും, മൂന്നാമതും കോൺഗ്രസിന് അധികാര നഷ്ടം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, മൂന്നാമതും അധികാരത്തിലെത്തിയാൽ ജനങ്ങൾ കൂടുതൽ വെറുക്കുന്ന നിലയും ജനങ്ങൾ പാർട്ടിയെ കൈയൊഴിയുന്ന നിലയും ഉണ്ടാകും ഒരു വശത്ത്. മറുവശത്ത് കോൺഗ്രസ് തുടർച്ചയായി 3 ടേം അധികാര നഷ്ടം നേരിട്ടാൽ അവരിൽ നിന്ന് ആളുകൾ BJPയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഒരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മൂന്നാം ഭരണം വന്നാൽ കോൺഗ്രസ് വീണ്ടും തോറ്റാൽ BJP കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്ലെയർ ആവുമെന്നൊരു നറേറ്റീവ് കുറച്ചു കാലമായി ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ ആ പശ്ചാത്തലത്തിൽ കൂടിയാകും ഈ ചർച്ച. കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി കുറച്ചെങ്കിലും സത്യം പറയാൻ തയ്യാറായതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം താങ്കൾ കേട്ട് കാണും.
ഈ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ആരോപണം ഉന്നയിച്ചാലും അത് ജനങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഏറ്റവും ആദ്യം ഡീലെന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരുന്നു എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണ്. ഇത് തന്നെയാണ് 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. UDF വിജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞയാൾ ആ വനവാസത്തിന് പോകുമെന്ന് കൊട്ടിഘോഷിച്ച ആൾ പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ജയിക്കുമെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞൊക്കെ. അപ്പൊ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് UDFന് കൃത്യമായിട്ട് മനസ്സിലായി. എന്നാൽ അഭിലാഷെ ആധികാരികമായി ഞാൻ പറയുന്നു, ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ വളരെ ക്ലിയറായി ഒരു മൈനോറിറ്റി ഷിഫ്റ്റ് മാറുന്ന മണ്ഡലങ്ങളുള്ളിടത്ത് ആ ഡീൽ ഉണ്ടായാൽ ആ മൈനോറിറ്റി ഷിഫ്റ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ സമയത്ത് പറഞ്ഞോളൂ. പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നാണല്ലോ, ഒരു മര്യാദ കാണിക്കൂ. ഇത് സ്ഥിരം താങ്കളുടെ ശൈലിയാണ്. താങ്കളുടെ ശൈലിയാണ്. താങ്കളുടെ സമയത്ത് പറഞ്ഞോളൂ. ഞാനത് കേട്ടോണ്ടിരിക്കണോ? അങ്ങയുടെ സ്ഥിരം പരിപാടിയാണ് ഇത്. നുണ പറഞ്ഞു. താങ്കൾ മുഴുവൻ സമയം പറഞ്ഞാലും ഞാൻ മൗനം പാലിക്കുകയുള്ളൂ. അങ്ങ് പിന്നെ മിണ്ടിയോ? മൗനം പാലിക്കുകയുള്ളൂ. ശ്രീ വസന്ത്, അത് കഴിഞ്ഞ് താങ്കൾക്ക് പറയാം. നമുക്ക് സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ട്, ഇനിയും 10-15 മിനിറ്റ് ബാക്കിയുണ്ട്. എന്റെ പേര് അരുൺകുമാർ എന്നല്ല, മനസ്സിലായില്ലേ? അല്ല ഞാൻ പറയാത്ത കാര്യം അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരിക്കണോ? അതെ, തന്റെ ഞാൻ വളരെ ക്ലിയർ എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്താ താങ്കൾ തന്നെ പറഞ്ഞോ, എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. അല്ല അങ്ങിങ്ങനെ നുണയുടെ ഒരു ഡസൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കേട്ടോണ്ടിരിക്കണോ? എന്നാ താങ്കൾ ഒച്ചപ്പാടുണ്ടാക്കിക്കോ. ഞാൻ വളരെ സൗഹൃദത്തോടെ താങ്കൾ പറയുന്നത് കേൾക്കാനാ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളാണല്ലോ പ്രതിസന്ധിയിൽ, നിങ്ങൾക്കാണല്ലോ ഈ നുണ പ്രചരിപ്പിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുത്തു, VD സതീശന് കൊടുത്തു, നോമിനേഷൻ കൊടുത്തു, നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് നോമിനേഷൻ കൊടുത്തു. ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? അല്ല അദ്ദേഹം പറഞ്ഞ് തിരുത്തട്ടെ, ഞാൻ പറയാത്ത പറഞ്ഞ് അദ്ദേഹം തിരുത്തട്ടെ, അപ്പൊ ഞാൻ മിണ്ടായിരിക്കും. താങ്കൾ 8:30 വരെ ഒച്ച എടുത്താലും ഞാൻ മിണ്ടാതിരിക്കും. കാരണം ജനം കേൾക്കുന്നുണ്ടല്ലോ ഈ ചർച്ച. നിങ്ങളുടെ അങ്കലാപ്പ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ശ്രീ VD സതീശൻ നോമിനേഷൻ കൊടുത്തു, KPCCയുടെ പ്രസിഡന്റ് നോമിനേഷൻ കൊടുത്തു, അതോടൊപ്പം അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിൽ ചൂരൽമല മുണ്ടക്കൈയിൽ പിരിച്ച കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ജനങ്ങളോട് നുണ പറഞ്ഞല്ലോ. അത് നിങ്ങൾ സൂചിപ്പിച്ചോ? ജോയിന്റ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിലും അത് അഫിഡവിറ്റിൽ സൂചിപ്പിക്കണ്ടേ? KPCCയുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അടുത്ത കാലത്ത് കൊടുത്ത കണക്കുകളിൽ ഏതെങ്കിലും അത് ഉൾപ്പെട്ടിട്ടുണ്ടോ? പച്ചയായ നുണ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിൽ ചർച്ചയാകരുത്. രണ്ടാമത്തെ കാര്യം, ഒരു കല്ലിട്ടങ്ങ് പോയില്ലോ, എല്ലാവരും ശക്തമായ പ്രതിഷേധം ആപ്പ് വെച്ച് കോടികൾ പിരിച്ച് മുക്കി നക്കിയപ്പോ ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ ഒരു കല്ലിട്ടു. 2-3 ദിവസമായിട്ട് ആ കല്ല് പോലും കാണാനില്ല. ഒരു കല്ലിന് പുറത്ത് മറ്റൊരു കല്ല് വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളിപ്പോൾ ആദ്യം കുറച്ച് സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ പറഞ്ഞല്ലോ. ഈ കേരളത്തിൽ BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് വന്ന സ്ഥാനാർത്ഥികളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് മാറിയത് കോൺഗ്രസ് അല്ലേ? ഞാൻ പറയാം, അടുത്ത കാലത്ത് പത്മജ വേണുഗോപാൽ, മേജർ രവി, അഖിൽ മാരാർ, നിങ്ങളുടെ വക്താവായിരുന്നില്ല അഖിൽ മാരാർ, B ഗോപകുമാർ, പ്രണേഷ് രാജേന്ദ്രൻ, വത്സല പ്രസന്നകുമാർ, പ്രതിപക്ഷ നേതാവിനെതിരെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി, NJ ജോബ്, പന്തളം പ്രതാപൻ, RS അരുൺ രാജ്, CR രഘുനാഥ്, BS അനൂപ്, ബാബു ദിവാകരൻ, വർഗീസ് ജോർജ്, R രശ്മി, 14 പേരാണ് അടുത്ത കാലത്ത് നിങ്ങളിൽ നിന്ന് പോയി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുന്നത്. BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കേരളത്തിലെ കോൺഗ്രസ് അതമ്പതിച്ചിരിക്കുക. ഞാനിപ്പോ ഇരിക്കുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി ഉണ്ട്. ആരാന്നറിയോ NDAയുടെ സ്ഥാനാർത്ഥി? ബാബു ദിവാകരൻ. ഒരാഴ്ച മുമ്പ് വരെ നിങ്ങളുടെ പത്തനംതിട്ട DCCയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. നേരെ ഇറങ്ങി ഇവിടെ വന്ന് മാലയും മേടിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയായി മാറി. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചല്ലോ, ഇവിടെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇപ്പോഴും NDAയും UDFും ചേർന്നുകൊണ്ടാണ്. ഇത്തരത്തിൽ നഗ്നമായിട്ടുള്ള ഇത് ഡീലല്ല, സഖ്യമാണ്, മഹാസഖ്യമാണ് BJPയും കോൺഗ്രസും തമ്മിൽ ഈ കേരളത്തിലുള്ളത്. ഇതൊക്കെ ചർച്ചയാകും. അതുകൊണ്ട് എത്ര വികസന വിരോധം പറഞ്ഞാലും 10 വർഷത്തെ ഈ ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരെ എന്ത് ആരോപണം നിങ്ങൾ ഉന്നയിച്ചാലും അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ അങ്ങ് ഡീല് വിവാദവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ രാഷ്ട്രീയ വിഷയം ഉയർത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കേരളത്തിൽ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഉയർത്താൻ? ഇല്ല, നിങ്ങൾക്ക് ധൈര്യമില്ല. തിരുവനന്തപുരം വരെ ജാഥ നടത്തി 4 കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ. ജനങ്ങൾ ചോദിച്ചില്ലേ? കർണാടകത്തിലടക്കം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തിട്ട് എന്തായി? അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയില്ലേ? നിങ്ങൾ പറഞ്ഞു 3000 രൂപയാക്കും പെൻഷൻ എന്ന്. 18 മാസം കുടിശ്ശിക വരുത്തി പോയവർ, ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചവർ ഏത് സംസ്ഥാനത്താണ് ഇത് നടപ്പാക്കുന്നത്?
അതുകൊണ്ട് ഒരു ബദലുകളും നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ വ്യാജപ്രചരണമായിട്ട് ഇറങ്ങും, അതുപോലെ ഇതുപോലെ ചർച്ചകൾ തടസ്സപ്പെടുത്തും, യോഗങ്ങൾ തടസ്സപ്പെടുത്തും, അതുപോലെ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടും. ഇത് നിങ്ങളുടെ ശൈലിയാണ്, അത് നിങ്ങൾ തുടർന്നോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 110 മേലേക്ക് കുതിച്ച് മുന്നേറാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡീലും നിങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവും, അതുപോലെ ഇപ്പൊ LDF വീണ്ടും വന്നാൽ അവിടെ തകരും ഇവിടെ തകരും അത്തരത്തിൽ പറയുന്നവരുടെ എല്ലാം വാചകം കേട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചോ. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് 13 ദിവസത്തെ രാഷ്ട്രീയപരമായ പോരാട്ടത്തോടെ 9-ാം തീയതി നമ്മൾ മനസാക്ഷിയുടെ അംഗീകാരം ജനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് കാത്തിരിക്കാം. ഒരു സംശയം വേണ്ട.